ഇവിടെ ഏട്ടൻ്റെ അടുത്ത് ദോഹയിൽ വന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങും കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്, പുറത്തിറങ്ങിയ റോഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലോ ഒക്കെ കയറുകയാണ്, മോളുകളിലൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഒന്ന് കറങ്ങി വരിക എന്നുള്ളതാണ്. പോണ വഴിക്ക് നല്ലൊരു സ്റ്റേഡിയം കണ്ടു കേട്ടോ, തൊപ്പിയുടെ ആകൃതിയിൽ. അതായത് ഇങ്ങനെ മുസ്ലിങ്ങളൊക്കെ അവർ ഇങ്ങനെ കെട്ടില്ലേ, പള്ളിയിലൊക്കെ ഉള്ള ആൾക്കാർ കെട്ടുന്ന ആ ഒരു ഷേപ്പിലുള്ള സ്റ്റേഡിയം കേട്ടോ. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ പോണത് തവാർ മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് വെറുതെ ഒന്ന് കറങ്ങിപ്പോരാന്ന് പറഞ്ഞിട്ട്, അതൊരു വലിയൊരു മോളാണ്. കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പ്ലേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ഷോപ്പുകൾ തന്നെയാണ് അവിടെ ഉള്ളത്. ചെറിയ ചെറിയ ഷോപ്പുകൾ കേട്ടോ, ബ്രാൻഡഡ് ഷോപ്പുകൾ. ഇങ്ങനെ ഓരോ ബ്രാൻഡിൻ്റെ ഷോപ്പുകളുണ്ട്, ജ്വല്ലറികൾ, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു മാൾ തന്നെയാണ്. 2-3 നിലയുള്ള ഒരു വലിയൊരു മാളാണ്. അപ്പോൾ ഇന്ന് അവിടേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കയറി പോകണ്ട. അപ്പോഴേക്കും ഒരുപാട് സമയം വൈകിയിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ ആവാറായതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ ഷോപ്പുകളും അടയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയ മാളിൽ ഇങ്ങനെ നേരത്തെ ഷോപ്പ് അടയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ 10 മണിക്കൊന്നും അടയ്ക്കാറില്ല, 10 മണി കഴിഞ്ഞപ്പോഴേക്കും തന്നെ അവിടെ ഷോപ്പുകളൊക്കെ അടയ്ക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മേൽഭാഗമൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ആകാശത്തിൻ്റെ ഒരു ഇതായിട്ട് അങ്ങനെ കുറച്ച് ഒരു കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ തന്നെ തോന്നും. പിന്നെ ഇങ്ങനെയുള്ള ഓരോ ബ്രാൻഡഡ് ഷോപ്പുകളാണുള്ളത്. കുറച്ച് അറ്റത്ത് പോയി ഹൈപ്പർ മാർക്കറ്റ് പോയി നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ അതിൻ്റെ നേരെ മുകളിൽ കയറി മാക്സ് കണ്ടപ്പോൾ എന്നാൽ മാക്സ് കയറിയിട്ട് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മാക്സിലേക്ക് പോയപ്പോഴേക്കും അവർ പറഞ്ഞു ക്ലോസ്ഡ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ മാക്സിൽ കയറിയില്ല, വെറുതെ ഒന്നിങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് ഷോപ്പുകളൊക്കെ അങ്ങനെ കണ്ടവരൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഇവിടെ അത്രയും സമയം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറി കുറേ ഡ്രസ്സൊക്കെ നോക്കി. പക്ഷെ നമുക്ക് നമ്മളെ ഒരു കേരളത്തിന് യോജിച്ച ആ തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും അവിടെ അല്ല, മോഡൽ ഡ്രസ്സുകളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ എനിക്കങ്ങനെ എൻ്റെ സൈസിന് പറ്റിയത് അങ്ങനെയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഡ്രസ്സൊന്നും എടുത്തില്ല, വെറുതെ ഒന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചിറങ്ങി പോരുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ട് അവിടെ കാണാനും. ഫ്രണ്ടിൽ ഒക്കെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴും റോഡിലേക്കുള്ള വ്യൂവും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ തവാർ മാൾ കണ്ടു ഗൈസ്. കാണാൻ വേണ്ടി മാത്രം പോയതാണ്, കണ്ടിറങ്ങി. പിന്നെ അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് റോഡും. പിന്നെ അവിടെ നിറയെ എല്ലാ സ്ഥലത്തും ഇവരിപ്പോൾ അങ്ങനെ ഈന്തപ്പന അങ്ങനെയുള്ളതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഈന്തപ്പന ഇവിടെ ഉണ്ട്, അല്ലാതെ മരങ്ങളും ചെടികളൊക്കെ നന്നായിട്ട് വെച്ച് പിടിപ്പിക്കുക, നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈന്തപ്പഴം ഉണ്ടാവുന്ന ഒരു സീസണാണ്. അപ്പോൾ അതുകൊണ്ട് കാണുന്ന ഈന്തപ്പഴം മരത്തിലൊക്കെ ഈന്തപ്പനയിലൊക്കെ ഈന്തപ്പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയിട്ടോ. ഇന്നത്തെ ഒരു യാത്ര ഇതാണ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ രാത്രി ഇങ്ങനെ പോവാനും കാണാനൊക്കെ, ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങാം. പിന്നെ പകൽ പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് പകലൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പോണ വഴിയിലും റോഡിൻ്റെ 2 സൈഡിലൊക്കെ നല്ല പോലെ ഇങ്ങനെ ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അതേപോലെ നിറയെ ബ്രിഡ്ജുകളാണ്, നിറയെ തെലുങ്കും വിലങ്ങും ഒക്കെ ബ്രിഡ്ജുകളായിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ യാത്ര ഇതാണ്. തവാർ മാളിലൊക്കെ ഒന്ന് പോയി കറങ്ങി, ഒന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ, വെറുതെ അവിടുന്ന് ഒന്ന് കറങ്ങി തിരിഞ്ഞു പോന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു സംഭവമില്ല. ഞങ്ങൾ മട്ടരി, ഏട്ടന് മട്ടരിയാണ് ഇഷ്ടം. അപ്പോൾ മട്ടരി നോക്കാൻ പോയത്. അപ്പോൾ ഏട്ടൻ വിചാരിച്ച ബ്രാൻഡ് അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. മട്ടരി വാങ്ങിക്കാൻ വേണ്ടി തവാർ മാളിൽ പോയി എന്ന് പറഞ്ഞിട്ട് കളിയാക്കി വരിക ഞങ്ങൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അതേ വാങ്ങിക്കാണ്ടായിരുന്നുള്ളൂ. വേറെ ഇപ്പം അങ്ങനെ കാര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വെറുതെ ഒന്ന് കറങ്ങാലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ച് അത്രയും സമയം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞു വന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ അടുത്ത കറങ്ങാൻ പോണ വീഡിയോ ഇവിടെ. എന്തായാലും ഇവിടെ കാണാൻ നല്ല ഭംഗി കേട്ടോ. നിറച്ച് ലൈറ്റുകൾ, നക്ഷത്രങ്ങൾ തിളങ്ങണ പോലെ ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ സ്ട്രീറ്റ് ലൈറ്റുകൾ കാണാനുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ കറക്കം ഒക്കെ കഴിഞ്ഞിങ്ങനെ പോരുകയാണ്. അപ്പോൾ നാളെ വേറെ സഫാരി മാൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.